जय राधा माधव कुंज विहारी। जय राधा माधव कुंज विहारी। जय गोपीजन वल्लभा जय गिरिवरधारी। जय गिरिवरधारी। जय गोपीजन वल्लभा जय गिरिवरधारी। जय गिरिवरधारी। जय यशोधनन्दन जय वृषणरञ्जन। जय यशोधनन्दन जय वृषणरञ्जन। जय यमुनातीरवनचारी। जय कुंज विहारी। जय यमुनातीरवनचारी। जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय राधा माधव जय कुंज विहारी। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। जय राधा माधव राधे जय राधा माधव राधे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय जगन्नाथ जय जगन्नाथ बलदेव जय जय गौरानिता जय गौरानिता गौरानिता जय गौरा
जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि। जय श्री राधा माधव की जय, गंगा मंदिर सुंदरवाहन की जय, नरसिंह भगवान की जय, गौरता की जय, गौरव हरि हरि। हरे कृष्ण। ओम ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथामह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवं साग्रजातं सहगुणारेकनाथं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्री कृष्णपादं सर्वं श्री विशाखं। हे कृष्ण परमा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा नमस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि प्रिय वांछा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് നീലമാധവ സത്സംഗത്തിലുള്ള എല്ലാവർക്കും എൻ്റെ പ്രണാമം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. കാരണം ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അമലപുരാണമാണ്. അപ്പോൾ അത് പറയാനുള്ള യോഗ്യത, കേൾക്കാനുള്ള യോഗ്യത, ഇതൊക്കെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതിന് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ എന്നാലും ശ്രീല പ്രഭുപാദിന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്താല് നമുക്ക് അത് എന്താണ് ഭക്തിയിലേക്ക് പുരോഗമിക്കണം, അല്ലെങ്കിൽ ആധ്യാത്മിക പുരോഗതി വേണം എന്നുള്ളൊരു ആഗ്രഹത്താല് അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ കൊണ്ട് ആചാര്യന്മാരുടെയൊക്കെ എന്താണ് അവരെല്ലാം പ്രണമിച്ചുകൊണ്ട് നമ്മൾക്ക് എടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതിനെല്ലാവരോടും നന്ദി. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാവരും സത്സംഗത്തില് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്താണ് സീനിയേഴ്സ് ആണ്. കാരണം ഭക്തിയിൽ സീനിയേഴ്സ് ആണ്. കാരണം ഞാനിപ്പോ തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം സീനിയേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുകയാണ്. കാരണം എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. എന്തെങ്കിലും ഭഗവാനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഗുരുവിന്റെയും ഭക്തരുടെയും അനുഗ്രഹത്താലാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണു കൃഷ്ണ പൃഷ്ഠ വിഷ്ണു പൃഷ്ഠ सरस्वती भगवान हरे कृष्ण 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 हरे 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 राम राम हरे हरे. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതം അധ്യായം 4 മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് എടുക്കാനുള്ളത്. कस्मिन् युगे प्रवृत्तेयं स्थाने वा केन हेतुना कुतः संचोदिता कृष्ण कृतवान् संहितां मुनि. कस्मिन् युगे प्रवृत्तेयं स्थाने वा केन हेतुना कृतः संचोदिता कृष्ण कृतवान् संहितां मुनि. कस्मिन् युगे प्रवृत्तेयं स्थाने वा केन हेतुना कुतः संचोदिता कृष्ण कृतवान् संहितां मुनि. विवर्तन भावार्थं
His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki jai. വിവർത്തനം. ഏത് യുഗത്തിലാണ് ഏത് സ്ഥലത്താണ് ഈ പ്രഥമമായി ആരംഭം കൊണ്ടത്? എന്തുകൊണ്ടാണ് ഇതിനെ കയ്യേൽക്കപ്പെട്ടത്? ഉത്കൃഷ്ട ഋഷിയായ കൃഷ്ണ ദ്വൈപായന വ്യാസന് ഈ സാഹിത്യ രചനയ്ക്ക് പ്രചോദനം ലഭിച്ചത് ഇതിൽ നിന്നാണ്. ഭാവാർത്ഥം. ശ്രീല വ്യാസദേവന്റെ സവിശേഷമായ ഭാഗവതം ആകയാൽ പണ്ഡിതനായ ശൗനക മുനി ആരായുന്ന നിരവധി അന്വേഷണങ്ങൾ അതിലുണ്ട്. ദ്വിജന്മ വ്യക്തികൾക്കും അധപതിച്ച കുടുംബാംഗങ്ങൾക്കും ശൂദ്രർക്കും അല്പജ്ഞാനികളായ സ്ത്രീകൾക്കും മനസ്സിലാകുന്നതിനായി മഹാഭാരതം വരെ വേദഗ്രന്ഥങ്ങൾ നിരവധി രീതിയിൽ വ്യാസദേവൻ പൂർവമായി രചിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അറിവുള്ളതാണ്. ലൗകികമായ യാതൊന്നുമായി സംബന്ധമില്ലാത്തവയാകയാൽ അവയെക്കാളൊക്കെ അതീന്ദ്രിയമാണ് ശ്രീമദ് ഭാഗവതം. ആകയാൽ അന്വേഷണങ്ങളൊക്കെ വളരെ ബുദ്ധിപരവും സംഗതവുമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രീമദ് ഭാഗവതം ഇത് ഏത് യുഗത്തിലാണ് ഏത് സ്ഥലത്താണ് ഇത് പ്രഥമമായി ആരംഭം കൊണ്ടത്? ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് കയ്യേറ്റു? പിന്നെ പറയുന്നത് കൃഷ്ണ ദ്വൈപായന വ്യാസന് ഈ സാഹിത്യ രചനയ്ക്കുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ്. ഈ 3 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അടുത്ത എന്താണ് ഈ ശ്ലോകങ്ങളിൽ ഈ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം തൊട്ട് 7ാമത്തെ ക്യാൻഡോയില് 11ാം അധ്യായം വരെ ഇതിന്റെ ആൻസർ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഈ ചുവന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം. ശ്രീമദ് ഭാഗവതത്തില് ആദ്യം എന്താണ് ശൗനകാദി ഋഷികള് സുതഗോസ്വാമിയോട് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് 88,000 ഋഷിമാരും ചേർന്നിട്ടാണ് അവിടെ ആദ്യത്തെ ശ്രീമദ് ഭാഗവതം. നമുക്കറിയാം ഭഗവത്ഗീതയും എന്താണ് ഒരു സംവാദ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീമദ് ഭാഗവതവും സംവാദ രൂപത്തിൽ തന്നെയാണ്. ശ്രീമദ് ഭഗവത്ഗീതയില് സംവാദം നടത്തിയത് അർജുനനും ഭഗവാനും തമ്മിലും, അതുപോലെ തന്നെ സഞ്ജയനും ധൃതരാഷ്ട്രം, അങ്ങനെ 2 ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ശ്രീമദ് ഭാഗവതം വരുന്നത്. അതില് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്നിട്ട് ആണ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ശബ്ദപ്രമാണം, ഭഗവാന്റെ വാക്കുകളാണ്. അതുപോലെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പറയുന്നതാണ്. ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതും അടുത്തത് ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ളവർ പറയുന്നതിനെ കുറിച്ചുമാണ്. അതില് ഭഗവത്ഗീത അവസാനം അർജുനൻ ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചു. അതിനുശേഷം അവിടെ നിന്നിട്ടാണ് ശരണം പ്രാപിച്ചതിന് ശേഷം ഭഗവാൻ അതിനുശേഷം തുടങ്ങുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഇതിലാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഉണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ അത് ഭഗവാനെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ശ്ലോകമാണ്. അതുപോലെ ഈ ഭാഗവതത്തിലെ സംവാദത്തിൽ ആദ്യത്തെ സംവാദം എന്ന് പറയുന്നത് സൂതഗോസ്വാമി 88,000 ബ്രാഹ്മണരോട് ചേർന്നിട്ട് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ 4ാം അധ്യായത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ 4ാം അധ്യായത്തിന്റെ ഫസ്റ്റ് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പറയുന്ന ആളിന്റെ ശ്രീമദ് ഭാഗവതം പറയുന്ന ആളിന്റെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ 88,000 ഋഷിമാർക്ക് അവർക്ക് എല്ലാവർക്കും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ശൗനകാദി ഋഷികളെ എല്ലാവരും കൂടി അവരുടെ നേതാവായിട്ട് തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹമാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ആണ് ഈ ആദ്യത്തെ സംവാദം എന്നുള്ളത്. രണ്ടാമത് അതിന്റെ ഉള്ളിൽ ഒരുപാട് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉള്ളിൽ ഒരുപാട് സംവാദങ്ങൾ ഉണ്ട്. പിന്നെ സുതഗോസ്വാമിയും ശൗനകാദി ഋഷി കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ളിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള സംവാദം. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് സുതഗോസ്വാമി ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ശൗനകാദി ഋഷികൾ
എന്താണ് സുധഗോസ്വാമിയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സംവാദ രൂപത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതെ, ഇതുപോലെ തന്നെ ഉള്ളിലായിട്ട് ഭാഗവതത്തിനുള്ളിൽ ഒരുപാട് സംവാദങ്ങളുണ്ട്. വ്യാസദേവനും നാരദ മഹർഷിയും തമ്മിലുള്ളത്, കപിലദേവനും ദേവഹൂതിയും, പിന്നെ ഭഗവാൻ ഉദ്ധവരും നാരദ മഹർഷിയും ബ്രഹ്മാവും തമ്മിൽ അങ്ങനെ ഒരുപാട് സംവാദങ്ങൾ നിറഞ്ഞു ഈ ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞു ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടിട്ടാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. പിന്നെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ അങ്ങനെ തുടങ്ങിയതിന് ശേഷം ഭഗവാന്റെ പരമസത്യ നിർവചനം, ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. പരമസത്യം നമ്മളറിയാം, ഈശ്വര പരമ കാലകർമ്മ ജീവ, അതാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നതാണ് പരമസത്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഭഗവാന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അതാണ് എന്തെന്ന് പറയുന്നത് പരമസത്യം. അതായത് ശ്രീമദ് ഭഗവാനാണ് പരമസത്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം ഭാഗവതത്തെ സ്തുതിക്കുന്നു. എന്താണ് എല്ലാവർക്കും ഭാഗവതം നന്മ ഏകുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് താപത്രയങ്ങളെല്ലാം, നമ്മൾ ഭാഗവതം പഠിക്കുന്നതിന് താപത്രയങ്ങളെല്ലാം ഇല്ലാതാകുന്നു. പിന്നെ എന്താ കൈതവ ധർമ്മത്തെ നമ്മൾ നിരാകരിച്ച് ശരിയായ ധർമ്മത്തെ, ഭാഗവത ധർമ്മത്തിലേക്ക് നമ്മൾ എത്താൻ നമ്മളെ ശ്രീമദ് ഭാഗവതം സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനെ പിന്നെയും പറയുന്നുണ്ട് എന്താണ് ശ്രീമദ് ഭാഗവതം നമുക്ക് ഇത്രയും മാധുര്യമുള്ളത്, ഇത്രയും ഇതായിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുകദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഇത്രയും മാധുര്യമുള്ളത്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മാമ്പഴം എന്താണ് തത്ത കൊത്തിയ പഴത്തിന് മാധുര്യം കൂടും. അതുപോലെ ശുകദേവ ഗോസ്വാമി ശുദ്ധൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെയാണ്, ആ ശുദ്ധനായ ഭക്തനിൽ നിന്ന് വന്നുകൊണ്ട് തന്നെയാണ് അമലപുരാണം. അതില് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത അതുകൊണ്ടാണ് അതിന് ഇത്രയും ശ്രീമദ് ഭാഗവതത്തിന് ഇത്രയും മാധുര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന 6 ക്വസ്റ്റ്യൻസ് ആണ് ആ അധ്യായത്തിൽ പറഞ്ഞു തീർക്കുന്നത്. അതായത് നമുക്കറിയാം ശ്രേയസ്കരം, എല്ലാത്തിനും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്നുള്ളത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ സാരാംശം, എല്ലാ വേദങ്ങളുടെയും സാരം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു. പിന്നെ ജാതം, ശ്രീമദ് ഭഗവാൻ എന്തുകൊണ്ടാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ജനിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് ഭഗവാന്റെ സൃഷ്ടി ലീലാദികളെ കുറിച്ച് പറയുന്നു. പിന്നെ ഭഗവാന്റെ അവതാരങ്ങൾ എന്താണ്, ഭഗവാന്റെ അവതാര ലീലകൾ പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ശരണം, ഭഗവാൻ ഈ ലോകത്തിൽ നിന്നും സ്വധാമത്തിലേക്ക് പോയപ്പോൾ ധർമ്മനീതികളുടെ ശരണം പ്രാപിച്ചു എന്ന് പറയുന്ന 6 ക്വസ്റ്റ്യനുകളും കൂടിയാണ് ആദ്യത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോ ഇതിന്റെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോ 6 ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ചെറിയ രീതിക്ക് അങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രേയസ്കരമായിട്ടുള്ളത് എന്താന്ന് ചോദിച്ചതിന് പറയുന്നത് എന്താ, ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ്? ഭക്തി. ഭഗവാനോടുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളുടെയും പരമധർമ്മം എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തി സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോടുള്ള പ്രേമം കിട്ടും. അത് കഴിഞ്ഞിട്ട് സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകും. ഇതാണ് വേദങ്ങളുടെ എല്ലാം സാരം. ആ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവാനോട് കൂടുതൽ പ്രേമം ഉണ്ടാകും. പിന്നെ ഭഗവാൻ എന്തുകൊണ്ടാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ചതെന്നുള്ളതിന്റെ ആൻസറാണ് പറയും. ഭഗവാൻ സ്വധാമത്തിൽ വന്നിട്ട് ലീലകൾ ആടുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം ഭഗവാനോട് ആ ഒരു ആകർഷണം ഉണ്ടായിട്ട് അവരെല്ലാം ഭഗവാനോട് ആകർഷിച്ചിട്ട് ഭഗവാൻ അവരെല്ലാം സ്വധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. പിന്നെ ഭഗവാന്റെ ദിവ്യ ലീലകൾ എന്തൊക്കെയാണെന്നുള്ളതിന്, അതായത് ഭഗവാന്റെ ദിവ്യ ലീലകൾ എന്ന് പറയുന്ന ഇതിൽ പറയുന്നത് സൃഷ്ടിയാദി ലീലകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പുരുഷാവതാരങ്ങളെ കുറിച്ച് പറയുന്നു. കാരണോദയ വിഷ്ണു, ക്ഷീരോദയ വിഷ്ണു, ഗർഭോദയ വിഷ്ണു ഇവരെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിയിൽ ഏർപ്പെട്ട് നമ്മൾ ഭഗവാനിൽ ആകൃഷ്ടമായി നമ്മുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ട് ആത്യന്തികമായിട്ട് നമുക്ക് മുക്തി ലഭിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് പിന്നെ അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് 3 തരത്തിലുള്ള സാക്ഷാത്കാരം, നമുക്ക് ഭഗവത് സാക്ഷാത്കാരം, ബ്രഹ്മ പരമാത്മാവ് ഭഗവാൻ എന്ന സാക്ഷാത്കാരത്തിനെ കുറിച്ച് അദ്ദേഹത്തിൽ പറയുന്നു. ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ ഏകാഗ്രമായിട്ട് നമുക്ക് ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയും. അതിന് നമുക്ക് ശ്രവിക്കുക, സ്മരിക്കുക, സ്തുതിക്കുക, പൂജിക്കുക ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് ഭഗവാനെ മനസ്സ് ഏകാഗ്രമാക്കാനായിട്ട്
കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്തിയുടെ 14 തലങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നു. അതായത് ഭക്തരുടെ കൃപ, ഭക്തരെ സേവിക്കുക, വിശ്വാസം, ഗുരുപാദാശയ, ഭഗവത് സേവനം, ആസക്തി, നൈഷ്ഠിക ഭക്തി, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ഭക്തി, രുചി, ഭക്തി, ആസക്തി, രതി, പ്രേമം, അർത്ഥദർശനം, ഹരേ മാധുര്യ അനുഭവം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഈ 2ാമത്തെ അധ്യായത്തിലും പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ അധ്യായത്തിൽ വരുമ്പോ എന്താണ് ഭഗവാന്റെ അവതാരങ്ങളെ 22 അവതാരങ്ങളെ കുറിച്ച് പറയും. പിന്നെ ഏറ്റവും അത് 22ാം അധ്യായം 20 പറഞ്ഞിട്ട് ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് അതിലുള്ളത്. എന്താണ് പരിഭാഷാ സൂത്രം എന്ന് പറയുന്നതാണ് 28. ഭഗവാൻ സ്വയം കൃഷ്ണൻ എന്ന് പറയുന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ആ ശ്ലോകം അത് പറയും. പിന്നെ 6ാമത്തെ ചോദ്യത്തിനുള്ള ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയതിനു ശേഷം എവിടെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ളത്. അത് ഭാഗവതത്തെയാണ് ആശ്രയിച്ചു എന്നുള്ളത്. ഭഗവാൻ ജ്ഞാന വൈരാഗ്യത്തോടു കൂടി ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് സൂര്യപ്രഭയോടു കൂടിയാണ് ഭാഗവതം വരുന്നത്. അത് പറഞ്ഞ് 3ാമത്തെ അധ്യായം അവിടെ അവസാനിക്കും. 4ാമത്തെ അധ്യായത്തില് 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശ്രീമദ് ഭാഗവതം നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, ശ്രീമദ് ഭാഗവതം എവിടെ, ഏത് സ്ഥലത്ത് ആരംഭിച്ചു, എന്തുകൊണ്ട് ഇതിനെ നമ്മൾ കൈയേറ്റു, ഉത്കൃഷ്ടമായ കൃഷ്ണദ്വൈപായന വ്യാസന് ഈ സാഹിത്യ രചനയ്ക്കുള്ള പ്രചോദനം ലഭിച്ചത് എവിടെ നിന്നാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 4ാമത്തെ അധ്യായത്തില് ഈ ശ്ലോകത്തില് പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഒരു എന്താണ് ആചാര്യന്റെ ഒരു പറയാനുള്ള ഒരു ആചാര്യന്റെ യോഗ്യതയെ കുറിച്ച് പറഞ്ഞത്. അതായത് എന്താണ് സീനിയർ ആയിട്ടുള്ള ഒരു വൃദ്ധൻ, വൃദ്ധ കുലപതി ബഹു ഋഷ എന്നാണ്. സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ആ സേനയുടെ ലീഡർ ആയിരിക്കണം. പിന്നെ ബഹുഋഷ ശാസ്ത്രങ്ങളിൽ നിപുണനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ശൗനക ഋഷികൾ ഇതിനെല്ലാം യോഗ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ യോഗ്യത വേണം, നമുക്ക് കേൾക്കാനുള്ള യോഗ്യതയും നെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2ാമത് പറയുന്നത്, പിന്നെ ഇതില് ഈ ശ്ലോകത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ തന്നെ 14ാമത്തെ ശ്ലോകം മുതല് 7ാം അധ്യായത്തിന്റെ 11ാമത്തെ അധ്യായം വരെ ഇതിന് പറയുന്നു. അതറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എന്താണ്, ഏത് യുഗത്തിലാണ് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഇനിയിപ്പോ ഈ ശ്ലോകങ്ങൾ വരുന്നവർക്ക് പറയാൻ ഒരവസരം വേണ്ട, അവർക്കും പറയാൻ ക്ലാസ് എടുക്കുമ്പോൾ അവർക്കും പറയണമല്ലോ. ഞാൻ ചെറിയ രീതിക്ക് പറയാം. അതായത് നമുക്ക് ഈ യുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം യുഗവും 3ാം യുഗവും തമ്മിൽ ഇടയിൽ ഒരു ഓവർലാപ്പ് ഉണ്ടായിട്ട് എന്താണ് പരാശര മുനിയുടെയും സത്യവതയും പുത്രനായിട്ട് വ്യാസദേവൻ അവതരിക്കുകയും ചെയ്യും. പിന്നെന്താണ് ത്രേതായുഗം, അതായത് ഈ യുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രേതായുഗത്തിന് എന്താണ് മുന്നേ അതായത് ഈ മനോദരത്തിൽ എന്ന് പറയുന്നത് ദ്വാപരയുഗം ത്രേതായുഗം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിനാൽ ഭഗവാൻ അവതരിച്ചത് കലിയുഗത്തിന്റെ ഒരു കൽപ്പത്തിൽ ഒരു എന്താണ് നമുക്കറിയാം. അതിനാൽ നമ്മൾ ഈ നമുക്ക് അടുത്തായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഓവർലാപ്പ് ഉണ്ടായത് കാരണം അത് ഭഗവാൻ തന്നെ എന്താണ് ഒരു പ്രാവശ്യം മാത്രമേ ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും അവതരിക്കുകയുള്ളൂ. അപ്പൊ നമ്മള് ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം നമുക്ക് ഒരുപാട് വ്യത്യാസത്തിലല്ല ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അതായത് ഭഗവാൻ നമുക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് അവതരിച്ചിരിക്കുന്നത്. ആ സമയത്താണ് വ്യാസദേവൻ ഈ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയതിനു ശേഷം വ്യാസദേവൻ നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ വ്യാസദേവൻ എന്ത് ചെയ്തു, ഈ ശ്രീമദ് ഭാഗവതം രചിച്ചത്. ശ്രീമദ് ഭാഗവതം എന്താണ് ആചാര്യന്മാര് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം അവര് ശ്രീമദ് ഭാഗവതം ഒരു ശ്ലോകം ക്ലാസ് എടുക്കാനാണെങ്കിൽ തന്നെയും അവർ അതിനു മുമ്പ് അതിന്റെ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമയെ കുറിച്ച് പറയും. അത് ശ്രീല പ്രഭുപാദിന്റെ തന്നെ ഒരു ശിഷ്യനായിട്ടുള്ള
ഹിസ് ഹോൾനെസ് ഗൗരവ് ഗോവിന്ദ് ദാസ് മഹാരാജ് അദ്ദേഹം എന്താണ് 1.5 മണിക്കൂറോളം ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമയെ കുറിച്ച് പറയുന്നത്. 1.5 മണിക്കൂർ ആദ്യം മഹിമ മാത്രം 1.5 മണിക്കൂർ പറയും. അതിനുശേഷം അദ്ദേഹം ഒരു 2.5 മണിക്കൂർ ശ്രീമദ് ഭാഗവത ആ ശ്ലോകത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കും. അങ്ങനെയാണ് പറയാം. അതേപോലെ തന്നെ നമുക്കറിയാം പരീക്ഷിത് മഹാരാജാവ് സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന് ഭാഗവതം കേൾക്കുന്ന സമയത്ത് 7 ദിവസം അദ്ദേഹം എന്താണ് ജലപാനം പോലും ഇല്ലാതെ ഇരുന്നാണ് ഭാഗവതം കേട്ടത്. അങ്ങനെ കേട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ കഴിയും. അതാണ് ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. കാരണം നമുക്ക് അതിനേക്കാളും മാധുര്യമായിട്ടുള്ള വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ കൃപ കിട്ടും എന്ന് പറയുന്നത്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ അതേപോലെ പറഞ്ഞിരിക്കുന്നത് പഞ്ചമ പുരുഷാർത്ഥത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 4 പുരുഷാർത്ഥങ്ങളുണ്ട്. അതുകൂടാതെ പഞ്ചമ പുരുഷാർത്ഥത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. അത് ഭക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തിയായ പഞ്ചമ പുരുഷാർത്ഥത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാമുനിയായിട്ടുള്ള മഹാമുനിയുടെ കാരണത്താണ് ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. മഹാമുനി എന്ന് പറയുന്നത് നാരദ മഹർഷിയെ കുറിച്ചാണ് പറയുന്നത്. നാരദ മഹർഷി മഹാമുനിയായിട്ടുള്ള നാരദ മഹർഷി വ്യാസദേവന് കൂടി ശ്രീമദ് ഭാഗവതം രചിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഗുരുവിന്റെ അനുഗ്രഹത്താൽ മാത്രമേ നമുക്ക് ഭാഗവതം ഭഗവത്ഗീത ഇതിനൊക്കെ നമുക്ക് ശരണം പ്രാപിക്കാൻ പറ്റും. ഒരു ഗുരുവിൽ കൂടി ആവുമ്പോൾ നമുക്ക് ഇതിൽ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഗുരുവിന്റെ പ്രാധാന്യം. ആ ഗുരുവിൽ നിന്ന് നമ്മൾ ചോദിച്ച് വിനയത്തോടു കൂടി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ഭഗവാൻ പറഞ്ഞിട്ടിരിക്കുന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. പിന്നെ പറയുന്നു ഭാഗവതത്തിൽ തന്നെ ഭാഗവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളുണ്ട്. പിന്നെ ശീലപ്രഭാത് നമുക്ക് ശ്രീമദ് പ്രഭാതിന്റെ കാരുണ്യത്തിലാണ് ശരിക്കും നമുക്ക് ഇതെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവസരം കിട്ടിയത്. ശീലപ്രഭാത് കമന്ററി എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു 11 ആചാര്യന്മാരുടെ കമന്ററി ഉണ്ടാവും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ അത് ശീലപ്രഭാത് എവിടെ പോകുമ്പോഴായിരുന്നാലും അത് ഉണ്ടായിരിക്കും. അത് കൂടാതെ ശീലപ്രഭുപാദിന്റെ സ്വന്തം അനുഭവങ്ങളും ശീലപ്രഭുപാദിന്റെ ഒരു ഇതും കൂടി നമ്മുടെ ആ ഭാതിൽ ഉണ്ടായിരിക്കും. അതായത് എല്ലാം കേട്ടതിന് ശേഷം എല്ലാം നോക്കിയിട്ട് ശീലപ്രഭുപാദ് എന്താണ് അതിന്റെ എസെൻസ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും ഉണ്ടാവും. അതായത് ശീലപ്രഭുപാദിന്റെ റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ശീലപ്രഭുപാദിന് ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും വിചാരിക്കണം നമ്മുടെ ശീലപ്രഭുപാദാവട്ടെ നമ്മുടെ ഗുരുക്കന്മാരാവട്ടെ ആചാര്യന്മാരാവട്ടെ അവരാരും സാധാരണ വ്യക്തികളല്ല. അവരെല്ലാവരും തന്നെ ഭഗവാന്റെ സഹചാരികളാണ്, ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പൊ അത് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ അനുസരിക്കുകയും വേണം. അത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ശീലപ്രഭുപാദ് തന്നെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ 1ഉം 2ഉം കാൻഡോകളിൽ അധികാര ലീലാത എന്നാണ് പറയുന്നത്. ഭാഗവതം പഠിക്കുന്നതിനുള്ള ക്വാളിറ്റിയെ കുറിച്ചാണ് ഈ 1-2 കാൻഡോകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവതം അത് യുഗത്തിൽ പിന്നെന്താണ് ആരംഭമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ കയ്യേൽക്കപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അത് എന്താണ് ശുകദേവ് ഗോസ്വാമി നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ശുദ്ധനായിട്ടുള്ള അദ്ദേഹമാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞത്. കൂടാതെ നമ്മുടെ ശീലപ്രഭുപാദിന്റെ കാരണത്താൽ നമുക്ക് അത് പഠിക്കാനുള്ള അവസരം കിട്ടി. അതുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റെടുക്കുന്നു. പ്രചോദനം കൊടുത്തത് ശ്രീ നാരദ മഹർഷിയാണ് ശ്രീമദ് ഭാഗവതം എഴുതാനായിട്ട് വ്യാസദേവന് ദ്വൈപായന വ്യാസദേവന് പ്രചോദനം കൊടുത്തിട്ടുള്ളത്. ഈ രചന സാഹിത്യം രചിക്കാനുള്ള പ്രചോദനം കൊടുത്തത് നാരദ മഹർഷിയാണ്. കാരണം എന്ന് വെച്ചാൽ ശ്രീമദ് മഹാഭാരതം വരെയുള്ള എല്ലാ വേദങ്ങളെയെല്ലാം 4ആയിട്ട് ഡിവൈഡ് ചെയ്തു.
അതിനുശേഷം എന്താണ് ഉപനിഷത്ത് ഇതെല്ലാം എഴുതി, മഹാഭാരതം വരെ എഴുതിയതിനു ശേഷം എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ശൂദ്രർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് മഹാഭാരതവും എഴുതി. എന്നിട്ടും തന്നെയും വ്യാസദേവൻ എന്താണ് ഒരു സംതൃപ്തി ഉണ്ടായില്ല. അദ്ദേഹത്തിന് എപ്പോഴും എന്തോ പൂർണ്ണമായിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഗുരു വന്നത്. ഗുരുവിന്റെ കൃപ കൊണ്ട് നമുക്ക് ഗുരുവിന്റെ കൃപ കൊണ്ടാണ് നമുക്ക് എല്ലാം ആധ്യാത്മിക പുരോഗതി ഉണ്ടാകുന്നത്. അപ്പോ നാരദ മഹർഷി വരികയും നാരദ മഹർഷിയുടെ നിർദ്ദേശത്താലാണ് വ്യാസദേവൻ ഈ ശ്രീമദ് ഭാഗവതം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ ഗുരുവിന്റെ ആശ്രയത്തിൽ തന്നെ കഴിയണം. പിന്നെ പറയുന്നുണ്ട്, ശ്രീ വ്യാസദേവന്റെ സവിശേഷമായ സംഭാവനയാണ് ശ്രീമദ് ഭാഗവതം. ആകയാൽ പണ്ഡിതനായ ശൗനകമുനി ആരായുന്ന നിരവധി അന്വേഷണങ്ങൾ അതിലുണ്ട്. ദ്വിജന്മ വ്യക്തികൾക്കും അധപ്പതിച്ച കുടുംബാംഗങ്ങൾക്കും ശൂദ്രർക്കും ആത്മജ്ഞാനികളായ സ്ത്രീകൾക്കും മനസ്സിലാകുന്നതിനായി മഹാഭാരതം വരെ വേദഗ്രന്ഥങ്ങൾ നിരവധി രീതിയിൽ വ്യാസദേവൻ പൂർവ്വമായി രചിച്ചിട്ടുണ്ട്. അവർക്ക് അറിവുള്ളതാണ്. അവയേക്കാളൊക്കെ അതീതരമാണ് ശ്രീമദ് ഭാഗവതം. ആകയാൽ അന്വേഷണങ്ങളൊക്കെ വളരെ ബുദ്ധിപരവും സംഗതവുമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ അന്വേഷണങ്ങൾ എപ്പോഴും. അർജുനനും ഭഗവാനും സംവദിക്കുന്ന സമയത്തും അർജുനൻ കാര്യങ്ങൾ അറിയാനിട്ടല്ല, പക്ഷെ അർജുനൻ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിച്ചിട്ട് ഭഗവാനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ബുദ്ധിപരമായ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് സ്വലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശൗനകാദി ഋഷികളും അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരും കൂടി ഇത് ചോദിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെപ്പോഴും നമ്മുടെ നിത്യം ഭാഗവത സേവനം, നിത്യവും നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ ശരണം പ്രാപിക്കുക. ഹരേ കൃഷ്ണ. സമയം ആയിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും അത് കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാസറാണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. കുഴപ്പമില്ലായിരുന്നു, പ്രിപ്പയർ ചെയ്തില്ല. രാധാഷ്ടമിയൊക്കെ ആയി തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ല. കേട്ടാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും ഞാൻ ആദ്യകാല ലീലകളുടെ എന്താ പറഞ്ഞാൽ എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ റിസ്കിലാണ് ഞാനിപ്പോ മൊബൈൽ എടുക്കുന്നത്. മൊബൈൽ എടുക്കരുതെന്നാ നിർദ്ദേശം എല്ലാവരുടെയും. പക്ഷെ ഞാൻ എന്റെ റിസ്കിൽ എടുക്കുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ട്. അതായത് ഭഗവാന്റെ ലീലകൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിന് എനിക്കൊരു സന്തോഷം കിട്ടുമല്ലേ. അതായത് ഈ വെണ്ണമോഷണം ഇതൊക്കെ കഴിയുമ്പം ഗോപസ്ത്രീകൾ പറയും ഇവനെ എല്ലാം സഹിക്കാൻ, പാവം സഹിക്കാൻ പറ്റും. എന്താണ് പാവം? അതായത് എല്ലാം ചെയ്യും. ഞങ്ങൾ വല്ലതും വേണോന്ന് ചോദിച്ചാല് വേണ്ട, കട്ട് തിന്നാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് തിന്നുന്നതെന്ന് അറിയാമോ? ആരുടെയും മുൻപിൽ കൈ നീട്ടാൻ പറ്റില്ല. കൈ നീട്ടാത്ത കാരണം എന്തെന്ന് വെച്ചാല് മഹാബലി പറഞ്ഞിട്ടുണ്ട്, എന്റെ മുൻപില് ചോദിച്ച ആൾ ഇനി വേറെ ആരുടെ മുമ്പിലും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഈ കൈ നീട്ടാത്തത്. പിന്നെ അതുപോലെ ഈ കുട്ടികളെ ചെന്ന് നുള്ളി ഉണർത്തും. കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ട് വരുമ്പോ ചെന്ന് നുള്ളി ഉണർത്തിക്കളയും. അപ്പം യശോദ മാതാവിനോട്, നിന്റെ മോൻ എന്തിന്, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എന്റെ കുട്ടിയെ ഉറക്കിയതെന്ന് അവൻ വന്നില്ല. അപ്പൊ മാതാ ചോദിക്കും, നീ എന്തിന് ഇത് ഇങ്ങനെ ചെയ്യുന്ന, കുഞ്ഞല്ലേ അതിനെ ഉണർത്തും. അപ്പം എന്താണ് ഭഗവാൻ പറയുന്നത്? അതായത് ഇവിടെ വന്നത് കൊണ്ട്, കുട്ടി ഇവിടെ ജന്മം എടുത്തത് കൊണ്ട് അതിനെ നുള്ളയാണ് ആ ശിക്ഷ. അതായത് അവൻ ഇനി എല്ലാം പഠിക്കണം. അങ്ങനെ ഉണർന്നിട്ട് ഇവിടെ എല്ലാം പഠിക്കണം, ഭാഗവതം പഠിക്കണം, എങ്ങനെ ജീവിക്കണം, ധർമ്മങ്ങളെ അനുഷ്ഠിച്ച് എങ്ങനെ ജീവിക്കണം, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ. അപ്പൊ ഭഗവാൻ ചെയ്യുന്നതിന്റെ ഓരോന്നിന്റെയും പിന്നിലുള്ള എത്ര ഉദ്ദേശങ്ങൾ. അതങ്ങനെ അതേപോലെ എല്ലാവരുടെയും കലങ്ങളെല്ലാം ഉടച്ചു തള്ളി ഇട്ടിട്ട് വരും. അപ്പൊ പറയും, ഇനി നിങ്ങൾ എന്നാ വെണ്ണ വെക്കണ്ട. അപ്പൊ വെറും കലം വെക്കും, ഇതും എല്ലാം അടിച്ചുടച്ചിട്ട് വരും. അപ്പൊ ഇവര് വന്ന് പ്രജാവാസികളെന്ന് പറയും, ഞങ്ങളുടെ വീട്ടിൽ ഒരു കലം പോലും ഇല്ല. യശോദ മാതാവ് സ്വർണ്ണ കലം കൊടുക്കും. ഈ വന്നവർക്കൊക്കെ എത്ര കലം. അപ്പൊ ഭഗവാൻ ഇത്
ഇവര് കരഞ്ഞുകൊണ്ട് വരുമ്പോ ദുഃഖിച്ച് നിൽക്കും. യശോദ മാതാവ് ഇത് കൊടുക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് നിൽക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ അതാണ് സോഷ്യലിസം. ഭഗവാൻ ഉള്ളത് അല്ല, അതായത് എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പൊ അവർക്കും കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ സന്തോഷിക്കുന്ന ഭഗവാന്റെ സോഷ്യലിസമാണ് അതൊക്കെ. അങ്ങനെ കുറെ കഥകൾ ഇപ്പൊ ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ഇനി പറയാം ഇനി അടുത്ത ക്ലാസ്സുകളിൽ. അത് ശരിയാണ് മാതാജി. ഭഗവാന്റെ വൃന്ദാവന ലീലകള് നമ്മള് കേൾക്കുമ്പോ ശരിക്കും നമുക്ക് സന്തോഷം, ആ ഒരു സന്തോഷം ഉണ്ടാവും. എത്ര പ്രാവശ്യം നമ്മൾ ഒരു കഥ തന്നെ നമ്മൾ ദാമോദര മാസത്തിൽ നമ്മൾ ഇവിടെ ഒരു മാസം എല്ലാ വീടുകളിലും പോയിട്ട് ദാമോദര ലീല പറയും. എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന വീടുകൾ തന്നെ ആയിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ആ ദാമോദര ലീല തന്നെ പറയുമ്പോ എല്ലാ വർഷവും കേൾക്കുന്നുണ്ടെങ്കിലും അതിനൊരു മാധുര്യം ആ പ്രാവശ്യം കേൾക്കുമ്പോൾ, ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ വൃന്ദാവന ലീലകൾ എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ്. എത്ര കേട്ടാലും മതി വരാത്തതാണ്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാത്രയിലായതുകൊണ്ട് സംസാരിക്കുന്നത് ക്ലിയർ അല്ല. നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് മാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സുഖമായിട്ടിരിക്കുന്നല്ലോ മാജി? സുഖമായിട്ടിരിക്കുന്നു പ്രഭു, സുഖമായിട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും യാത്രയിലായിരിക്കല്ലേ? അഹോബലത്തിൽ പോയി നിങ്ങളും പ്രാർത്ഥിക്കും. നമുക്കും അഹോബലത്തിൽ പോകാനൊരു അവസരം തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്താ? ഹരേ കൃഷ്ണ പ്രഭു. മാതാജി വളരെ നന്ദിയുണ്ട്. കേൾക്കാമോ മാതാജി ഞാൻ പറയുന്നത്? കേൾക്കാം പ്രഭുജി. ദണ്ഡോത് മാജി പ്രണാംസ്. ഭഗവാന്റെ കൃപയാൽ വളരെ ഗംഭീരമായ ക്ലാസ് ആണ് മാജി എടുത്തത്. ശരിക്കും മാതാജിയുടെ ക്ലാസ് ഞാൻ ഫേസ്ബുക്കിലൂടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നേ എനിക്കറിയാം മാതാജി നന്നായി ക്ലാസ് എടുക്കുമെന്ന്. മാതാജിയുടെ വിലപ്പെട്ട മനോഹരമായ ക്ലാസ്സുകൾ ഇനിയും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാതാജി മുന്നോട്ട് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. വളരെ സന്തോഷം. പതിനാം പ്രഭുവാണ് മാതാജിയെയും നമ്മുടെ പ്രിയപ്പെട്ട കൃപാസാർ പ്രഭുവിനെയും ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. നല്ല ക്ലാസ് ആണ് മാതാജി. ദയവായി മുന്നോട്ട് വരണം മാതാജി. ഞങ്ങൾക്ക് അസോസിയേഷൻ സാർ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇങ്ങനെയൊന്നും പറയാനുള്ള ഇതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അത് ഗുരുവിന്റെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള പ്രഭു. എന്നെ സംബന്ധിച്ച നമ്മുടെ പതിതൻ പ്രഭുവാണ് നമ്മളെ ഇതിലേക്ക് ക്ഷണിച്ചത്. അതായത് ഒരുപാട് നന്ദി. എല്ലാവരും ഉണ്ടല്ലോ യാത്രയില്? എല്ലാവരും ഉണ്ട് മാജി, എല്ലാവരും ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടിപൊളി യാത്ര. ഹരേ കൃഷ്ണ. അഹോബലത്ത് ഭഗവാന്റെ കൃപയാൽ ദർശനത്തിന് പോവുകയാണ്. നല്ലൊരു ദർശനം കിട്ടാൻ അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ പ്രഭു അഹോബല ദർശനം കാണിച്ചു തരണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.